വെള്ളി നക്ഷത്രം. ചെറുകഥ. രചന സുധാമോഹൻ മാവേലിക്കര. ആകാശമേ, നീ എന്നെയും കൂടി കൊണ്ടുപോകൂ. മേഘങ്ങൾക്ക് കാവൽ നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമായി മാറണം. ഓരോ രാത്രിയിലും അവൾ ആകാശത്തോട് ഇതേ പ്രാർത്ഥന ആവർത്തിക്കുമായിരുന്നു. പുറത്തെ ലോകം അവളെ ചുറ്റിപ്പിടിച്ചിരുന്നെങ്കിലും അവളുടെ ഉള്ളിൽ അനന്തമായ ശൂന്യതയായിരുന്നു. വീട് നിറഞ്ഞിരുന്നു ചിരിശബ്ദങ്ങളും ബന്ധങ്ങളും കൊണ്ട്. പക്ഷേ അവളുടെ ഉള്ളിൽ മാത്രം മൗനം താമസിച്ചു. ബർസാത്തിയിലെ സുഖമുള്ള മെത്തയിൽ കിടന്ന് ജാലകവിരികൾക്കിടയിലൂടെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അവൾക്ക് തോന്നും അവയെല്ലാം ആരെയോ വിളിക്കുകയാണെന്ന്. ഒരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരുന്നവരുടെ സ്വപ്നങ്ങൾ ഇപ്പോൾ ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുവെന്ന്. എനിക്കും ഒരിക്കൽ അങ്ങനെ തിളങ്ങി നിൽക്കാൻ കഴിയുമോ? അവൾ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു രാത്രി, ചന്ദ്രൻ പോലും മറഞ്ഞുപോയ ഇരുണ്ട രാത്രിയിൽ, ഒരു നക്ഷത്രം അസാധാരണമായി തെളിഞ്ഞും മറ്റുള്ളവയേക്കാൾ അടുത്തും കൂടുതൽ വ്യക്തവുമായിരുന്നു. അവൾ കണ്ണടച്ചില്ല, അത് മാഞ്ഞു പോകുമോ എന്ന ഭയത്തിൽ. പക്ഷേ അതൊരു പ്രകാശമായി താഴേക്ക് ഒഴുകിത്തുടങ്ങി. അതൊരു വഴിയായിരുന്നു. മിണ്ടാതെയുള്ള ഒരു ക്ഷണം പോലെ ആകാശം അവളെ വിളിച്ചു. അവൾ എഴുന്നേറ്റു. ചുറ്റുമുള്ള ലോകം ഉറക്കത്തിൽ മുങ്ങിയിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു ജാഗരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾക്ക് ഭയം തോന്നിയില്ല, കാരണം അത് അന്യമായ ഒരു ലോകത്തിൻ്റെ വഴിയല്ലായിരുന്നു. ഒരിക്കൽ സ്വന്തമായ ഒന്നിൻ്റെ ഓർമ്മയായിരുന്നു. പ്രകാശം തെളിച്ച വഴിയിലൂടെ അവൾ നടന്നു. ഒടുവിൽ നക്ഷത്രങ്ങൾ നെയ്തെടുത്ത ഒരു പാലത്തിലേക്ക് അവൾ പതുക്കെ കാലെടുത്തു വെച്ചു. ഓരോ ചുവടും വയ്ക്കുമ്പോൾ അവൾ പിന്നിലാക്കി വെച്ചത് ഓർമ്മകളെയായിരുന്നു. ഉത്തരം നൽകാത്ത ചോദ്യങ്ങളെയായിരുന്നു. ഒരിക്കലും പൂർണ്ണമാകാത്ത സ്വപ്നങ്ങളെയായിരുന്നു. മുന്നോട്ടു പോയപ്പോൾ ഒരു പുതിയ ലോകം തുറന്നു. ശബ്ദങ്ങളില്ലാത്ത ലോകമായിരുന്നു. പക്ഷേ മൗനം പോലും സംഗീതമായി തോന്നി. അവിടെ നക്ഷത്രങ്ങൾ വെറും പ്രകാശമല്ലായിരുന്നു. ഓരോന്നും ഓരോ കഥയായിരുന്നു. ജീവൻ പൊലിഞ്ഞ കഥ. ഓരോ നക്ഷത്രങ്ങളും കാത്തിരിപ്പായിരുന്നു. അവൾക്കായി ഒരു നക്ഷത്രം തെളിഞ്ഞു നിന്നിരുന്നു. മറ്റുള്ളവയേക്കാൾ സ്നേഹത്തോടെ അവൾക്കായി തുടിക്കുന്ന ഹൃദയം പോലെ.